ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഒരുപാട് വീഡിയോസ് വെയിറ്റിങ്ങിലാണ്, ഒരുപാട് വ്ളോഗ്സ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞങ്ങളിപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ ശ്രീകാളഹസ്തി എന്ന് പറയും, ആ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോകണം. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ മെയിൻ സ്ഥലം അവിടെയാണ്. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് കാണാം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ. വളരെ മനോഹരമായ കുറേ അധികം കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോകണം. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങളിങ്ങ് എത്തിയിട്ടോ. ഇവിടെ താഴേന്നൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളുടെ കൂടെ വരാമെന്നാണ് പറയുന്നത്. കാരണം വഴി അറിയത്തില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോകുമെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ പുള്ളിയും കൂടെ കൂടി. അപ്പോൾ ഇവിടെയാണ് കാളഹസ്തിയിലെ സഹസ്രലിംഗേശ്വര സ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിറയെ മീനുകളാണ് കേട്ടോ. ഫുഡ് മസാജിനൊക്കെ ഉപയോഗിക്കുന്ന മീനുകളില്ലേ, അത് തന്നെ. അത് എനിക്ക് തോന്നുന്നു മസാജിന് കണ്ട് 100-200 രൂപ എങ്ങാണ്ടാണ്. ഇതിപ്പോൾ ഒരു പൈസയും വേണ്ട, കാലങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. നിറയെ പൊത്തി പിടിച്ച പോലെ മീനുകൾ വന്നിരുന്ന് ക്ലീൻ ചെയ്യുകയാണ്. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പടികൾ കയറാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, കുറച്ച് കയറിയപ്പോൾ തന്നെ നല്ല ക്ഷീണമായിരുന്നു. കാരണം ആ പടികൾ തമ്മിൽ നല്ല വീതിയുണ്ട്. പൊക്കത്തിൻ്റെ മാത്രമല്ല, നല്ല വീതിയുള്ള പടികളാണ്. അപ്പോൾ അത് ഒരു കുത്തനെയുള്ള കയറ്റമാണ്. കയറി ഒരു രക്ഷയുണ്ടായില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് കയറാൻ പറ്റത്തില്ല, പകുതിക്ക് വെച്ച് ഞാൻ വീണ് പോകുന്നവരെ വിചാരിച്ചു. അങ്ങനെ ആ മക്കളൊക്കെ നല്ലപോലെ ഓടിക്കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയുണ്ടല്ലോ. ആവശ്യത്തിന് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിയിട്ടാണ് പോരുന്നത്. കാരണം ഇവിടെ പിന്നെ കയറിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും കാണാനൊന്നും യാതൊരു സാധ്യതയില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി, അത്യാവശ്യം സ്നാക്സ് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അതും കൂടി വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ കയറി ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല എനിക്കത് കയറാൻ പറ്റുമെന്ന്. എനിക്ക് കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുഞ്ഞിലെ ഞാൻ പഴനിയിലൊക്കെ പോയ കാര്യമാണ്.
ഈ കയറ്റത്തിൽ ഒരു 500 പടികളോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അണയ്ക്കുന്നത് ഞാൻ തന്നെ കേട്ടോ. അണച്ച് സത്യം പറയാനല്ല, ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല മേളിൽ കയറിയപ്പോൾ. ആദ്യത്തെ ഒരു പോയിന്റിൽ നമ്മൾ എത്തി. അങ്ങനെ ഒരു മല നമ്മൾ കയറി കഴിഞ്ഞു. പണ്ട് ഈ പടികൾക്ക് പകരം ആ പാറയിലൂടെ തന്നെ പടികൾ പോലെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് പുള്ളി ഞങ്ങളെ കാണിച്ചു തന്നു. അതുവഴിയായിരുന്നു പണ്ടൊക്കെ ഓരോരുത്തരും ഈ അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആണ് കേട്ടോ. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമായ വ്യൂ ആണ്. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു. അതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മാത്രമല്ല ഒട്ടും ശ്വാസമില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മളിരിക്കുന്ന മലയുടെ ഓപ്പോസിറ്റുള്ള മലയിലാട്ടോ അമ്പലം. അപ്പോൾ ഇനി ഒരു മലയും കൂടെ കയറി ഇറങ്ങണം. കയറിയപ്പോഴത്തെ പോലെ തന്നെ ആയിരുന്നു ഇറങ്ങിയപ്പോഴും. അത്ര ബുദ്ധിമുട്ടില്ല. എന്നാലും ഈ പടികൾ തമ്മിലുള്ള ഈ ഗ്യാപ്പ് കാരണം ഞാൻ ഇറങ്ങുമ്പം പൊത്തോ പൊത്തോ എന്ന് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയ്ക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഹസ്ബൻഡൊക്കെ നല്ല സ്പീഡിൽ പോകണുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൊക്കമുള്ളവർക്കൊക്കെ എനിക്ക് ഒന്ന് പെട്ടെന്ന് പോകാൻ തോന്നും. എനിക്കിത്തിരി പൊക്കം കുറവാണ്. അത് കാരണം ഞാനിങ്ങനെ പതുക്കെ, മാത്രമല്ല ഞാനിങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ മോനൊക്കെ പെട്ടെന്ന് ഓടി നടന്ന് പോകണുണ്ടായിരുന്നു. ആ പടികളൊക്കെ തീരാറായി. അപ്പോൾ ഇനി നമ്മൾ ഒരു കാട് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വരുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റിൽ നിന്ന്. എനിക്കൊന്ന് അമ്പലത്തിൽ നിന്ന്, അമ്പലമൊക്കെ കണ്ടിട്ട് വരുന്നവരാണ്. വീണ്ടും ഈ മല കയറിയാലല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പടികൾ ഇവിടം വരെ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാട് പോലെയാണ്. അപ്പോൾ ഇനി സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോവാൻ. കൂടെ ഉണ്ടായിരുന്ന ആ ഗൈഡില്ലേ, പുള്ളി തെലുങ്കിലും തമിഴിലും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലായി ഈ ഏരിയയിൽ നിറയെ പാമ്പുകളുള്ള ഏരിയ ആണ്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണമെന്ന് പുള്ളി പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞു, ഇവിടെ അമ്പലത്തിന് വേറൊരു ഭാഗം കൂടിയുണ്ട്, പക്ഷേ അവിടെ പോകാൻ ഇപ്പോൾ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്താ കാരണമെന്നൊന്നും പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല.
ദൂരം നടന്നതിന് ശേഷം കേട്ടോ ഒരാളെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വഴി തെറ്റിപ്പോയേനെ. ആ ഗേഡിനെ കിട്ടിയത് എന്തായാലും നന്നായി തന്നെ എനിക്ക് തോന്നി ആ സമയത്ത്. കുറേ അധികം നടന്ന് ഞങ്ങളിപ്പോൾ ദാ രണ്ടാമത്തെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പാറകളിലൊക്കെ ഭഗവാന്റെ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. കാരണം ഞങ്ങളുടെ കയ്യിൽ എടുത്തിട്ട് വന്ന വെള്ളം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറേ അധികം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതി വെള്ളം കുടിച്ചിട്ട് നല്ല മധുരമായിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേക മധുര ഒരു രുചി ഉണ്ടായിരുന്നു ആ വെള്ളത്തിന്. അവിടുന്ന് വീണ്ടും മുകളിലേക്ക് കയറായിരുന്നു. അവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം ഇരുന്നു, പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടുന്ന് വീണ്ടും ഇറങ്ങി. അപ്പം ഇനി കുറച്ചധികം ദൂരം കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പാറകൾ മാത്രമുള്ളൊരു വഴിയാട്ടോ. അപ്പം നടക്കാനും അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ടെമ്പിളിൽ എത്തിട്ടോ. അപ്പോൾ ഇനി അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. അകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിനി പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. അവിടെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ഒന്ന് ക്ഷീണമൊക്കെ മാറിയിട്ട് വീണ്ടും അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അപ്പുറത്തെ മലയിൽ നിന്ന് കണ്ട പടികളാണിത്. ഇനി അങ്ങോട്ട്
ആദ്യം കയറിയ ആ മലയുടെ മുകളിലെത്തിയിട്ടോ. അപ്പോൾ അവിടുന്ന് താഴേക്ക് നോക്കിയാൽ നല്ല മനോഹരമാണ്. മുകളിലേക്കാണെങ്കിലും അതിമനോഹരമായ കാഴ്ചകളാണ്. മല കയറിപ്പോയ ഒരു മനസ്സുമായിട്ടല്ല ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. കാരണം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. കയറിയപ്പോൾ ഇവിടുന്ന് കയറി ചെല്ലാൻ പറ്റുമെന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ആ മല ഇറങ്ങുകയാണ്. ഇപ്പോൾ യാതൊരുവിധ ക്ഷീണവും തോന്നുന്നില്ല. അതാണ് അത്ഭുതം എന്ന് പറയാമല്ലോ. ഞങ്ങൾക്ക് ആർക്കും യാതൊരു ക്ഷീണവും ഇല്ല. ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ആ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചത്. കയറിയപ്പോൾ ആ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു. നല്ല കിതയ്ക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അവിടെ നിന്ന് താഴേക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ, തിരുപ്പതി വരുന്നുണ്ടെങ്കിൽ, അവിടുന്ന് കാളഹസ്തിയിലേക്ക് ട്രെയിനുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 8 കിലോമീറ്ററാണ്. ഓട്ടോ ചാർജ് കൊടുത്താൽ മതി. പക്ഷേ വണ്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. വണ്ടിയിലൊക്കെ വരുന്നവരാണെങ്കിൽ ഒരുപാട് ക്യാഷ് ലാഭമാണ്. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത്, ഇവിടെ അധികം വണ്ടി കിട്ടില്ല തിരിച്ചു പോവാൻ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ അധികം നേരം നിന്ന് പതുക്കെയാണ് പിന്നെ ഇറങ്ങിയത്. അതൊക്കെ കണ്ട് ആസ്വദിച്ചിറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യാണ്ട് ഞാൻ ഇടുകയാണ്. ഷൂട്ട് ചെയ്ത എല്ലാ മൊമെൻറ്റ്സും ഇട്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി ചോരാതെ ഇടണമല്ലോ എന്ന് കരുതിയിട്ടാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ് അധികം എഡിറ്റിങ്ങിന് പോവാതെ. കുറച്ച് ലെങ്തിയാണ് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. കണ്ടിട്ടുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ കാണാത്തവർ കാണുക. വരാൻ കഴിയുന്നവർ ഇവിടെ വന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല വ്ളോഗായിട്ടോ നല്ല റെസിപ്പി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. ബായ്. താങ്ക് യു.